ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ജിഷാസ് വേണ്ടുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാവിലെ സമയം 6:30 ആയിട്ടുണ്ട്. എപ്പോഴും ഞാൻ 6 മണിക്കാണ് എണീക്കാറുള്ളത്. ഇന്ന് ഇത്തിരി വൈകിട്ടോ, ഇന്ന് 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെയുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പം നമ്മുടെ ലൂക്കയാണ് രാവിലെ കിടന്നുറങ്ങുന്നത്. നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുരിങ്ങയ്ക്കയും തക്കാളിയും വഴുതനങ്ങയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ കേട്ടോ, അത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുൻപ് ഞാനിതാ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ രാവിലെ അടുക്കളത്തെ പണി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ചൂടാകുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതാ ക്യാബേജ് ഉപ്പേരിയും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഞാൻ ക്യാബേജൊക്കെ കുറച്ച് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് ഇത്തിരി വൈകിയാണ് ഞാൻ എണീക്കാറുള്ളത്. അല്ലെങ്കിൽ 5 മണിക്കൊക്കെ എണീക്കും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ മെല്ലെ ആയാൽ മതിയല്ലോ. അവർക്ക് ലീവായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഫുഡൊക്കെ മെല്ലെ ആയാൽ മതി. എന്നാലും 9 മണിയാകുമ്പോഴത്തേനും പണികളൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് 6 മണിക്കൊക്കെ എണീക്കുന്നത്. ഇത് ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ 6:30 ആയി. ഇപ്പോൾ ഇതാ ക്യാബേജ് തോരൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലക്കാടായതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പം ഭക്ഷണം ഒന്നും അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ല. വെള്ളം കുടിച്ച് നമുക്ക് വിശപ്പുമില്ല ദാഹവുമില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അത്രയ്ക്ക് ചൂടാണ്. കറിയൊന്നും ഒഴിച്ച് അങ്ങനെ കഴിക്കാനേ തോന്നില്ല. പിന്നെ വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ആവി കയറിയാൽ മതിയാവും. ക്യാബേജ് ആകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഉള്ളിയും കടുകൊക്കെ താളിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ് തന്നെ ഇട്ടിട്ടുള്ള സാമ്പാർ നല്ല ടേസ്റ്റാണ്. മുരിങ്ങക്കായും കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. തേങ്ങയൊന്നും ഇടാണ്ട് സാധാരണ രീതിയിലുള്ള സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു സാമ്പാറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ്. ചമ്മന്തി ഒന്നും ഞാൻ അരച്ചിട്ടില്ല. ഈ സാമ്പാർ തന്നെ കൂട്ടിയിട്ട് ഗോതമ്പ് ദോശയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ ആയിട്ടുണ്ട്. അത് ഒന്ന് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ആവി കയറിയാൽ അത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറും ക്യാബേജ് തോരനൊക്കെ ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ സൗകര്യത്തിനാണ് ഇങ്ങനെയുള്ള പാത്രത്തിലാക്കുന്നത്. പിന്നെ ചോറ് ഇതാ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് റെഡിയാവും. പിന്നെ ഇതാ ഗോതമ്പ് ദോശയ്ക്കുള്ള ഗോതമ്പ് മാവ് മിക്സിയിൽ അടിച്ച് ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരുവിധം ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായ വെക്കണം. 7:30 ഞങ്ങൾ ഇന്നും രാവിലെ ചായ വയ്ക്കാറുള്ളത്. ചായ വെക്കണം. ചായ വെച്ചതിന് ശേഷം ഒരു 9 മണിയൊക്കെ ആവാനാവുമ്പം നമ്മൾ രാവിലത്തെ ഫുഡ് വയ്ക്കും. ഇതാ 7 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ ചായയൊക്കെ വെച്ച് ഞങ്ങൾ കുടിച്ചു. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് ഉണ്ടാക്കി അതും ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.
വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.